ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന ഗെയിം ഏതാണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലാവും. യെസ്, ട്രക്ക് സിമുലേറ്റർ ഇൻഡോനേഷ്യ പറഞ്ഞ ഗെയിമാണ്. നമ്മുടെ മാലിയോട് തന്നെ ബസ് സിമുലേറ്റർ ഇൻഡോനേഷ്യ ഇറക്കിയാളുടെ തന്നെ വണ്ടി എന്ന് പറഞ്ഞപ്പോയി ഗെയിമാണിത്. അപ്പം ഇതിനകത്താണ് മോഡൊന്നും ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല കേട്ടോ ഗൈസ്. ഗൈസ്, ഇതാണ് എൻ്റെ വണ്ടി. അന്നൊരു ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്തായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ്. ഇപ്പം ഗ്യാരേജൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഗ്യാരേജ് ഇതിൻ്റെ അത് റിപ്പയർ ചെയ്ത് നോക്കാം നമുക്ക്. $8. ഇതിൻ്റെ നമ്മൾ കയറുമ്പോൾ തന്നെ നമുക്ക് 2 lakhs ഫ്രീ ആയിട്ട് കിട്ടും കേസ് മണി. നമ്മളൊരു $8 നമ്മുടെ വണ്ടി റിപ്പയർ ചെയ്യുന്നുണ്ട്. ഈ ഒരു കണ്ണിൻ്റെ സംഭവമല്ലേ, അതൊക്കെ നമ്മൾ ലൈറ്റ്സ് പോയി ആഡ് ചെയ്താണ്. അവിടെ ഒറ്റ ലൈറ്റേ ഉള്ളൂ കേസ് ഇതിനകത്ത് ആഡ് ചെയ്ത്. കേസ് ലൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഒറ്റ ലൈറ്റേ ഉള്ളൂ. അത് ഈ ഒരു കണ്ണിൻ്റെ സാധനമാണ്. ഈ ഇഷ്ടമല്ല, വേണ്ട, ഗെറ്റ് റീഫണ്ട്. അപ്പം പിന്നെ ഉള്ളിലും അത്യാവശ്യം സാധനങ്ങളൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ സ്റ്റിയറിംഗ് വീൽ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പം നമ്മൾ ഇനി ഗെയിം ഫ്രീ മോഡ് എടുത്തിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്ത് നോക്കാം. എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടെന്ന് ഞാൻ പറയാം ഗൈസ്. ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് അല്ല, ഗെയിം എങ്ങനെ ഉണ്ടെന്നാണ്. നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാം. എനിക്ക് എന്തായാലും ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ബസ് സിമുലേറ്റർ ഇൻഡോനേഷ്യ കളിച്ച ആൾക്കാർക്ക് ഇത് ഗെയിം അത്രയ്ക്ക് ഇഷ്ടപ്പെടാൻ സാധ്യത കുറവാണ്. അപ്പം ഇതൊരു എൻറ്റയർലി ഡിഫറെൻ്റ് ഒരു ഗെയിമാണ്. കുറച്ച് അതിന് ഇത്തരം കാര്യങ്ങളൊന്നും നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റില്ല. അപ്പം കുറവാണ്. കൂടുതലായിട്ട് എന്താ ചെയ്യാൻ പറ്റുന്നതിലൊന്നുമില്ല ഗൈസ്. അപ്പം നമ്മളെന്തായാലും നോക്കട്ടെ. ഇൻ്റർഫേസൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. ഒരു ലോഡിങ് ഏരിയ, ലോഗിങ്, നമ്മുടെ വണ്ടിയാണിത് കാണുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ വണ്ടി. ഇതൊന്ന് ഓടിച്ച് നോക്കാം. വണ്ടിക്ക് പവറില്ല ഗൈസ്. നോക്കണേ, പവറൊക്കെ കുറവാണ്. ബസ്സിൻ്റെ അത്ര ഒന്നും വരില്ല. ഇല്ല എന്നല്ല, ചെറിയ സ്ഥലത്ത് കൂടിയൊക്കെ എടുത്തുകൊണ്ട് പോകാൻ അടിപൊളിയാണ്. അപ്പോൾ ഇതുപോലെ ചെറിയ സ്ഥലത്തൂടെ ഓടിച്ച് പോകാൻ അത്യാവശ്യം നല്ല പവറൊക്കെ വണ്ടി തന്നെ. ഈ വണ്ടി എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ട്. ഇതിനകത്ത് വേറെ കുറേ ബസ്, ട്രക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ഏറ്റവും ചെറുത്. ഇതിനേക്കാളും വലുതാണ് ഇതിനുള്ളതൊക്കെ. അതൊക്കെ എടുക്കാൻ നല്ല പൈസ വേണം. 4 lakhs തൊട്ട് അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ തൽക്കാലം ഒന്ന് എടുത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗെയിം ഇൻസ്റ്റാൾ ചെയ്തിട്ട് അത് എടുക്കാവുന്നതാണ്. നമ്മൾ ഈ വണ്ടിയുടെ ടോപ്പ് സ്പീഡ് നോക്കുകയാണെങ്കിൽ ഏകദേശം 25 കയറുന്നുണ്ട്. ഫോർച്യൂണറിന് പോയി തട്ടിയിട്ടുണ്ട്. സാരല്ല, നമുക്ക് എന്തായാലും റിപ്പയർ ചെയ്ത് കൊടുക്കാം. അടുത്തായിട്ട് ഇതിൻ്റെ അകത്തുള്ള ആളെ ഞങ്ങൾ കാണണം ഗൈസ്. സെറ്റാണ് ഇയാൾ. ഒരു ശരിക്കൊരു ഡ്രൈവറെ ലുക്ക് കിട്ടുന്ന ഇയാൾക്കാണ്. ലുക്കറിട്ട് ഒരു പാണ്ടായിരുന്നു പിന്നെയും പോകണ്ടേ. ലുക്കറിട്ട് നിൽക്കുന്നത്. എന്തായാലും പറയുന്ന ഡാൻസിങ് സ്റ്റെപ്പ് കാണണം. അത് മാറിയിട്ടുണ്ട് ഗൈസ്. എന്തായാലും ഡാൻസിങ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്കൊന്നുകൂടി ഈ ഒരു പുതിയ മാപ്പാണ്. പക്ഷേ ട്രാഫിക്കൊക്കെ സെയിമാണ്. നമ്മുടെ ബസ് സിമുലേറ്ററിലുള്ളത് ട്രാഫിക് തന്നെയാണ് വണ്ടികൾ. അതിന് പെട്ടെന്നൊരു ആക്സിലറേഷൻ നമ്മൾ ബസ്സിലൊക്കെ കിട്ടുന്നത് ഇതിനകത്ത് കിട്ടില്ല ഗൈസ്. പിന്നെ നമ്മുടെ സെഡസ്ട്രാൻഡ് നോക്കിയിരുന്നു. നമ്മുടെ എമൗണ്ട് അൺഫോർച്ചുനേറ്റ്ലി അൺഇൻസ്റ്റാൾ ആയിപ്പോയി. സോ നമുക്ക് കിട്ടുന്നില്ല. ഇത് ആഡ് ചെയ്ത് നോക്കണം. ഓക്കെ,
ഇതുവരെ മനസ്സിലാവും ഇത്രയും വലിയ ഇടി ഒന്ന് ഇടിച്ചിട്ട് വണ്ടി ചളുങ്ങുക മാത്രമേ ചെയ്തില്ല. ഹെഡ്ലൈറ്റ് പോലും പൊട്ടിയില്ല, എപ്പോഴും വർക്കുക കേട്ടോ. ബൾബ് അവിടെ തന്നെ ഉണ്ട്. ഇതൊരു സാധനം പൊട്ടി കുത്തുന്നില്ല ഇതിനെ പോകുന്നത്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കണ്ണാടിയൊക്കെ ഇങ്ങനെ വളഞ്ഞു പോകുന്നേ ഉള്ളൂ. അതെന്താണെന്ന് അറിയില്ല. എന്താണെന്ന് നമുക്ക് നോക്കാം. ഇങ്ങോട്ടാ പോവാ. നമ്മൾ പറഞ്ഞില്ല ഇന്നോവ ക്രിസ്റ്റ അവിടെ ഉണ്ട്. ഇന്ത്യൻ വണ്ടികളുണ്ട്. ഇന്തോനേഷ്യയിൽ ഉണ്ടോയെന്ന് അറിയില്ല. അറിയുന്നവരുടെ താഴെ കമൻറ്റ് ചെയ്യുക എന്തായാലും. ഈ വണ്ടി ഓട്ടോമാറ്റിക് ആണ്. ഇതിനകത്ത് മറ്റേതുപോലെ തന്നെ മാനുവലും ഈ പ്ലസ് മൈനസ് ഒക്കെ ഓടിക്കാനൊക്കെ പറ്റും. ചക്കാര മാറ്. ഇതുവഴി ഒന്ന് യൂട്ടേൺ എടുക്കണ്ടേന് അവിടെ പോയി കറങ്ങി വരണൊക്കെയാണ് മാപ്പ് കാണിക്കുന്നത്. ഗൂഗിൾ മാപ്പ് പോലെ തന്നെ. അല്ല ഈ വഴിയിലെ നമ്മൾ പോകുന്നത് വെറുതെ കറങ്ങി വന്നില്ലേ. പിന്നെയും തട്ടി. ഈ മാപ്പിനകത്ത് മറ്റേ ഇതും കണ്ടോ, പെട്രോൾ പമ്പ് അങ്ങനത്തെ സാധനം. പെട്രോൾ പമ്പ് റിപ്പയറിംഗ് ഷോപ്പ് വരുന്നത്. വെറുതെ എന്തിനാ കഷ്ടപ്പെടുന്ന, നമ്മൾ ചെയ്താൽ പോലെ. ക്ലൈൻറ്റ് ഷോപ്പ് 20,000 പോട്ടെ. എന്തായാലും റിപ്പയറിംഗ് ഷോപ്പിലെത്തിയിട്ടുണ്ട്. വണ്ടി റിപ്പയർ ചെയ്യാൻ ബുദ്ധിമുട്ടിയാണ്. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കൺ കൂടി അടിച്ച് പൊട്ടിക്കുക, ലൈക്ക് ചെയ്യുക എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു.